ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിന് മുന്നേ 6 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീലിന്റെ ദേശീയ ടീമിന് കളിക്കേണ്ടി വരുന്നത്. അടുത്ത മാസം നടക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ, സൗത്ത് കൊറിയ എന്നിവരാണ് ബ്രസീലിന്റെ എതിരാളികൾ. അത് ഏഷ്യയിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. പിന്നീട് നവംബർ മാസത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ ആഫ്രിക്കൻ ടീമുകൾക്കെതിരെയാണ് ബ്രസീൽ കളിക്കുക. അത് യൂറോപ്പിൽ വെച്ചുകൊണ്ടായിരിക്കും നടക്കുക. അതിനുശേഷം മാർച്ച് മാസത്തിൽ 2 മികച്ച യൂറോപ്യൻ ടീമുകൾക്കെതിരെ കളിക്കാനാണ് ബ്രസീലിന്റെ പ്ലാനുകൾ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. അതായത് ഒരു എതിരാളി അത് കരുത്തരായ ഫ്രാൻസ് ആവാനാണ് ഇപ്പോൾ സാധ്യത. അതായത് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനുമായി CBF ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. എതിരാളികളായിക്കൊണ്ട് ഫ്രാൻസിനെയാണ് ഇപ്പോൾ അവർ പരിഗണിക്കുന്നത്. മാർച്ച് മാസത്തിൽ നടക്കുന്ന ഒരു മത്സരത്തിൽ മിക്കവാറും ഫ്രാൻസ് ആയിരിക്കും ബ്രസീലിന്റെ എതിരാളി എന്ന കാര്യം ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കുപ്പാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ആ ഒരു മത്സരം അമേരിക്കയിൽ വെച്ചുകൊണ്ട് സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റ് 2 യൂറോപ്യൻ ടീമുകളുമായി ബ്രസീൽ ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഒന്ന് നെതർലൻഡ്സ് ആണ്, മറ്റൊന്ന് ക്രൊയേഷ്യയാണ്. ഈ 2 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീം കൂടി ബ്രസീലിന്റെ എതിരാളികളായിക്കൊണ്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏറ്റവും മികച്ച 2 യൂറോപ്യൻ ടീമുകൾക്കെതിരെ കളിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ബ്രസീലിന് ഉള്ളത്. ഏതായാലും ഫ്രാൻസിനെതിരെ ഒരു മത്സരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടാതെ നെതർലൻഡ്സ് അതല്ലെങ്കിൽ ക്രൊയേഷ്യ എന്നീ 2 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമായിരിക്കും ബ്രസീലിന്റെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.